എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. ചെറിയ ചില മാറ്റങ്ങൾ എന്നും എൻ്റെ ഫുഡ് മെനുവിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത് ഒരു ഗ്ലാസ് ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിച്ചിട്ടാണ്. ഇനി ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. അവക്കാഡോയും പഴവും വെച്ചാണ് ഈ ഒരു സ്മൂത്തി ഞാൻ തയ്യാറാക്കുന്നത്. അവക്കാഡോ ഇടയ്ക്കെങ്കിലും നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതിനുള്ള മെയിനായിട്ടുള്ള കാരണം അവക്കാഡോ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇനി ഇത് സ്മൂത്തി ആയിട്ട് മാത്രമല്ല, സാലഡിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പി കൂടെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു അവക്കാഡോ ഫുള്ളായിട്ടാണ് നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്കായിട്ട് വേണ്ടത് പഴമാണ്. ഇതിൻ്റെ ഒരു പകുതിയാണ് ഇതിലേക്കായിട്ട് എടുക്കുന്നത്. ഇത് ഇവിടെ കിട്ടുന്ന ഒരു ടൈപ്പ് പഴമാട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ റോബസ്റ്റയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് തേനാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് തേൻ ആഡ് ചെയ്യാം. ഇനി ഒരു 1/4 ഗ്ലാസ് പാലും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം. തയ്യാറാക്കി എടുത്തിരിക്കുന്ന സ്മൂത്തിനെ നമുക്കൊരു ഗ്ലാസ്സിനകത്തേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം കോൺഫ്ലെക്സും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് ഈ ഒരു ഹെൽത്തി സ്മൂത്തിയാണ്. ഇതുപോലെയുള്ള സ്മൂത്തികൾ ആഴ്ചയിൽ 1-2 തവണ ഞാൻ എൻ്റെ ഫുഡ് മെനുവിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇച്ചാനും ഞാനും നാട്ടിൽ നിന്നൊക്കെ മാറി ഇവിടെ എത്തി സ്വന്തം കുക്കിംഗ് ഒക്കെ തുടങ്ങിയ കാലത്ത് ഞങ്ങൾക്ക് വരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. മാത്രമല്ല ഇതെല്ലാം ആലോചിച്ച് കുറേ സമയം ഞങ്ങൾ കളയാറുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കുറേ ഫുഡ് ഐറ്റംസ് എക്സ്പയറി കഴിഞ്ഞ് എടുത്ത് കളയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ പതിയൊന്ന് മാറ്റിപ്പിടിച്ചതായിരുന്നു ഒരു വീക്ക്ലി ഫുഡ് മെനുവിലേക്ക്. ഓരോ ആഴ്ചയിലും നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നേരത്തെ തയ്യാറാക്കി. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും ഞങ്ങൾ മേടിക്കാറുള്ളത്. അപ്പോൾ ഓരോ വീക്ക്ലി ഫുഡ് മെനു നിങ്ങളും ഉണ്ടാക്കിയാൽ കുക്കിങ്ങിൻ്റെ കാര്യത്തിലുള്ള കുറേ ഓട്ടപ്പാച്ചിലുകൾ കുറയ്ക്കാൻ സാധിക്കും. ഇനി ഇന്നത്തെ എൻ്റെ ലഞ്ചിനായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഒരു സാമ്പാറാണ്. അതിനായിട്ട് കുക്കറിലേക്ക് പരിപ്പൊന്നിട്ട് ചെറുതീയിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പൊന്ന് ചെറുതായിട്ട് വെന്തുടഞ്ഞ് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ എപ്പോഴും നമുക്ക് നാട്ടിലെ പച്ചക്കറികളൊന്നും കിട്ടാറില്ല. കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഫ്രീസർ ബാഗുകളിനകത്താക്കി എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. പിന്നീട് ആവശ്യാനുസരണം ഇതുപോലെ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത്. പച്ചക്കറികളെല്ലാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടികളും കൂടെ ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടികളും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് സാമ്പാറിനെ വേകാനായിട്ട് വെക്കാം. ഇപ്പൊ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് വാളൻപുളിയും കൂടിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. പുളിയൊഴിച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്ന് കടുകും കൂടെ മൂപ്പിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകിലേക്ക് ഞാൻ ഒരല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിനൊപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഒരു തോരനാണ്. അതിനാവശ്യമായി വഴുതനങ്ങ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരുമ്മി മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിലെ കറിയെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. കൂടെ നമ്മുടെ വഴുതനങ്ങ തോരന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതെല്ലാം തിരുമ്മി എടുത്താണ്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ്റെ ഒരു ഫ്രൈ കൂടിയാണ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. അതിനാവശ്യമായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ എടുക്കുന്നത് കസ്തൂരി മേത്തിയാണ്. ഇത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് 2 ടീസ്പൂണോ 3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇങ്ങനെ തിരുമ്മിയെടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടി തലേ ദിവസം തന്നെ റെഡിയാക്കി വയ്ക്കാം. ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലും കൂടെ 1 ടീസ്പൂൺ വിനാഗിരിയോ ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ചേർത്ത് ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതൊരു ചൂടായിരിക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. ചിക്കനെല്ലാം വറുത്ത് കോരിയതിനു ശേഷം അതേ എണ്ണയിൽ ഒരു പിടി കറിവേപ്പില 2 പച്ചമുളകും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്ത് കോരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഇതുകൂടി ഇടുമ്പോഴത്തേക്കും ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടും.
ഇനി ഇതിനൊപ്പം തോരനും കൂടെ തയ്യാറാക്കുകയാണ്. അപ്പം ഞാൻ ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് കടുകൊന്ന് മൂപ്പിച്ചെടുത്തിരുന്നു. ശേഷം അതിനകത്തേക്ക് സവോളയും കൂടെ, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോളയാണ്, അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു. തിരുമ്മി മാറ്റി വെച്ചിരുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറു തീയിൽ ഒന്ന് മൂടി വെച്ചും കൂടെ വേവിച്ചെടുക്കാം. ഇനി ഈ വെന്തു വന്നിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും തോരൻ റെഡിയാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ലഞ്ചിന് വഴുതനങ്ങ തോരനും ചിക്കൻ ഫ്രൈയും കൂടെ സാമ്പാറും തൈരും അച്ചാറും കൂടിയായിരുന്നു ഞാൻ എടുത്തത്. ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ കൂടെ തൈര് കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഡ്രൈവ്. ഈ ഒരു സീസണിൽ ഇവിടെ മെയിനായിട്ട് കാണുന്നതാണ് ഈ മഞ്ഞ കളറുള്ള പൂക്കൾ. ഇത് ശരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കടുകിൻ്റെയൊക്കെ പൂ പോലെയാട്ടോ നമുക്ക് ശരിക്കും തോന്നുന്നത്. ഇനി ഇതിൻ്റെ പേര് ശരിക്കും റേപ്പ് സീഡ് എന്നാണ്. ഇപ്പോൾ പതിയെ ചൂടൊക്കെ കൂടി തുടങ്ങുമ്പോഴത്തേക്കും ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും. പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ഇതിൽ നിന്നൊരു വരുന്ന കായുണ്ട്, അതെടുത്തുണക്കി അതിൽ നിന്നാണ് നല്ലൊരു തരം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിലൂടെ ശരിക്കും ഇങ്ങനെ കുറച്ചു നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന ശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്. ഇന്ന് 4 മണിക്ക് കുട്ടികൾക്കായിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതിനാവശ്യമായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാസ്ട്രി ഷീറ്റാണ്. ശേഷം ആ ഷീറ്റിലേക്ക് ന്യൂട്ടൽ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്ന ആപ്പിളും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് പൊടി പൊടിയാക്കിയിരിക്കുന്ന ബട്ടറിൻ്റെ പീസുകളാണ്, ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം ഒന്ന് ചെറു കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല. കുട്ടികളുടെ സ്കൂൾ ടൈം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇങ്ങനെ കുറച്ച് സ്നാക്കുകൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. അതിലൊരെണ്ണമാണ് ഇതും. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കാം. ഈ 4 മണി സമയത്ത് കാപ്പിയുടെ കൂടെ ഈ ഒരു പലഹാരം കൂടിയായിരുന്നു ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഡിന്നറിനായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഇറ്റാലിയൻ പൊൾപ്പേത്തയാണ്. ഇതിലേക്ക് മിക്സ്ഡ് മീറ്റ് പൊടിച്ചെടുത്തത്, പാലിൽ കുതിർത്തെടുത്തിരിക്കുന്ന ബ്രെഡിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുത്തത്, അത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം 3 മുട്ട, ആവശ്യത്തിന് റൊട്ടിപ്പൊടി, ഗ്രേറ്റഡ് ചീസ്, ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ബോളുകളാക്കി ഇതിനെ മാറ്റാം. അങ്ങനെ ഇതെല്ലാം ഓരോരോ ചെറിയ ബോളുകളാക്കി മാറ്റി ഈ പ്ലേറ്റിനകത്തേക്ക് ഞാൻ നിരത്തി വെക്കുകയാണ്. ഇതിൽ നിന്ന് ഇന്നത്തെ ഡിന്നറിന് ആവശ്യമുള്ളത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രീസർ ബാഗുകളിനകത്തേക്ക് ആക്കി മാറ്റി എടുത്ത് സൂക്ഷിച്ചും വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പൊൾപ്പേത്തിയാണ് ഇത് വെച്ച് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് ഞാൻ തയ്യാറാക്കുന്നത് ടൊമാറ്റോ സോസിലാണ്. ഇനി ഇതിനായിട്ട് പൊടിച്ചെരിഞ്ഞിരിക്കുന്ന സവാളനെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ടൊമാറ്റോൻ്റെ പ്യൂരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് സവാളയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പൊൾപ്പേത്തേനയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ സോസിൽ ഒരു 20 മിനിറ്റ് പൊൾപ്പേത്തി ഇരുന്ന് വേകുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡിയാവും.
ഈ ഒരു പൊൾപ്പയത്തെ നമ്മുടെ നാട്ടിലെ മീറ്റ് ബോൾസുമായിട്ട് നല്ല സിമിലർ ആട്ടോ. ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ഏകദേശം ആ ഒരു ടൈപ്പാണ്. ഇനി ഇന്നത്തെ ഡിന്നറിന് ഇതിൻ്റെ കൂടെ ഉച്ചയ്ക്കത്തെ റൈസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഒരല്പം കുഷ്കുഷും കൂടിയാണ് ഇതിൻ്റെ കൂടെ ആയിട്ട് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബൈ.